ഇതാരും പേരൊന്നും പറയാൻ കഴിയില്ലല്ലോ. പ്രിയമുള്ളവര്, ഇന്നൊരു നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്സവത്തിൻ്റെ പ്രതീതി സൃഷ്ടിക്കുന്ന പൊതുയോഗമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ പ്രിയങ്കരനായ രാഹുൽജിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പൊതുയോഗം ഒരുപക്ഷെ ചരിത്രത്തിൽ അപൂർവമായൊരു പൊതുയോഗത്തിൽ ഒന്നാണ്. ഇവിടെ ഏതാണ്ട് 10 വർഷക്കാലം ഭരിച്ച ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണം ഈ നാടിനെ എവിടെ കൊണ്ടുപോയി എത്തിച്ചു എന്ന് ഞാൻ നിങ്ങളോട് പറയാതെ നിങ്ങൾക്കത് അറിയാമെന്ന് എനിക്കറിയാം. ഈ നാട് നശിച്ച് നശിച്ച് നാശത്തിൻ്റെ ഗർത്തത്തിലേക്ക് ഈ കൊച്ചു കേരളം കടന്നു പോവുകയാണ്. ഇവിടെ എന്ത് കിട്ടി? പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എൻ്റെ നാട്ടുകാരനാണെന്ന് പറയാൻ ഞാൻ ലജ്ജിക്കുന്നു. കഴിവും പ്രാപ്തിയുമില്ലാത്ത ഒരു മുഖ്യമന്ത്രി, രാഷ്ട്രീയ കാഴ്ചപ്പാടില്ലാത്ത ഒരു മുഖ്യമന്ത്രി, ഈ നാടിൻ്റെ ഹൃദയഭാരത്തെക്കുറിച്ച് നോട്ടമില്ലാത്ത അറിവില്ലാത്ത ഒരു മുഖ്യമന്ത്രി, ഈ നാടിൽ പാവപ്പെട്ടവൻ കഷ്ടപ്പെട്ടവൻ പട്ടിണി കിടക്കുമ്പോ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാത്ത ഈ മുഖ്യമന്ത്രി എൻ്റെ നാട്ടുകാരനാണെന്ന് പറയാൻ എനിക്ക് ലജ്ജയുണ്ട് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഈ നാട് കേരളമാണ്. ഇവിടെ വിദ്യാസമ്പന്നരുടെ നാടാണ് ഈ നാട്. ഇവിടെ ഈ നാട് മുൻപോട്ട് പോകുന്നത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ ചിന്തിക്കാൻ സാധിക്കും. ഞാൻ ഏറെ പ്രസംഗിക്കുന്നില്ല. ഇതേ കാണുന്നു, കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നിറദീപങ്ങളെ പോലത്തെ ഈ പാർട്ടി, വ്യത്യസ്തമായ UDF പാർട്ടികളുടെ നേതാക്കന്മാർ ഇവിടെ ഇരിക്കുന്നു. അവർക്കെല്ലാം 10 വാക്ക് പറയണമെങ്കിൽ മണിക്കൂർ വേണം. അതുകൊണ്ട് ഞാൻ ഏറെ സംസാരിക്കുന്നില്ല. ഈ നാടിനെ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ, കള്ളന്മാരിൽ നിന്ന് മോചിപ്പിക്കാൻ, കൊള്ളക്കാരിൽ നിന്ന് മോചിപ്പിക്കാൻ അവർ സമ്മതിച്ചില്ലേ? ഉള്ള കള്ളപ്പണം മുഴുവൻ പാട്ടപ്പിരിവ് നടത്തി ഉണ്ടാക്കിയ പണം മുഴുവൻ മുക്കിയടിച്ചു കൊണ്ടുപോയ കഥകളൊക്കെ അവർ തന്നെ സമ്മതിച്ചില്ലേ? അവർ പറഞ്ഞില്ലേ ഈ നാട്ടിൽ അധ്വാനിക്കുന്നവന്റെ കാശ് വാങ്ങി ആ കാശ് അടിച്ചെടുത്ത് കൊണ്ടുപോയത് അവർ സമ്മതിച്ചില്ലേ? കള്ളന്മാരല്ലേ അവർ? ആ കള്ളന്മാരുടെ കയ്യിൽ ഈ ഭരണം കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അത് ഇവിടെ നമ്മൾ പിടിച്ചു നിർത്തണം. ആ നിർത്താനുള്ള പോരാട്ടമാണ് ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നടത്തുന്നത്. ആ പോരാട്ടത്തിൽ അംഗഭംഗമാകാൻ, അതിൽ പങ്കെടുക്കാൻ, അതിൽ ഭാഗം ചേരാൻ, അതിനോടൊപ്പം യോജിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാം കടന്നു വന്നതിൽ നിങ്ങൾക്ക് ഞാൻ 1000 അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. ബഹുമാനനായ